ആദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പരമാവധി ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് നൽകുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ ചൂട് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അന്തരീക്ഷം ഒന്ന് തണുത്തെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്തതായി ആരുമില്ല. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ വലിയ ഒരു അനുഗ്രഹമാണ് മഴ ലഭിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളിലൂടെ അവന്റെ അനുഗ്രഹമായി പ്രത്യേകം എണ്ണിപ്പറഞ്ഞ വിഷയമാണ് അള്ളാഹു നിങ്ങൾക്ക് മഴ നൽകിയില്ലേ എന്നുള്ള ചോദ്യം. സൂറത്ത് നബഇലൂടെ അല്ലാഹു പറയുന്നുണ്ട്, വഅൻസൽനാ മിനൽ മുഅ്സിറാതി മാഅൻ സജ്ജാജ. ആകാശത്തിന്റെ മഴമേഘങ്ങളിൽ നിന്ന് നാം കുത്തി ഒഴുകുന്ന വെള്ളം ഇറക്കുകയും ചെയ്തില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമായിട്ടാണ് വെള്ളത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കണം എന്നതിന്റെ ഒരു കാര്യമായി അള്ളാഹ് പറയുന്നത് അവൻ നിങ്ങൾക്ക് മഴ നൽകി എന്നുള്ളതാണ്. യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലയോ ജനങ്ങളെ, നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കുവാൻ വേണ്ടി അത്രയത്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅ, നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ വിരിപ്പാക്കിയവനാണവൻ. വസ്സമാഅ ബിനാഅ, മാത്രമല്ല ആകാശത്തവൻ നിങ്ങൾക്ക് മേൽപ്പുരയാക്കി തന്നിരിക്കുന്നു. വഅൻസല മിനസ്സമാഇ മാഅ, ആകാശത്തിന്റെ മേഘക്കീറുകളിൽ നിന്ന് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചവനാണവൻ. മാത്രമല്ല ഫഅഖ്റജ ബിഹി മിനസ്സമറാതി റിസ്ഖൻ ലക്കും, അങ്ങനെ ആ മഴ മുഖേന നിങ്ങൾക്കുള്ള റിസ്ക് ഉൽപാദിപ്പിച്ചവനാണവൻ. ഫലാ തജഅലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, അതിനാൽ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. മാത്രമല്ല മറ്റൊരായത്തിലൂടെ അല്ലാഹു പറയുന്നത്, ഫൽയൻദുരിൽ ഇൻസാനു ഇലാ തുആമിഹി, എന്നാൽ മനുഷ്യൻ തന്റെ ഭക്ഷണത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ. എവിടെ നിന്നാണ് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ തനിക്ക് ലഭിച്ചത്? നാം ശക്തമായി മഴവെള്ളം ചൊരിഞ്ഞു കൊടുത്തു. പിന്നീട് നാം ഭൂമിയെ ഒരു തരത്തിൽ പിളർത്തി. എന്നിട്ട് അതിൽ നാം ധാന്യം മുളപ്പിച്ചു. മുന്തിരിയും പച്ചക്കറികളും നാം ഉൽപ്പാദിപ്പിച്ചു. ഒലീവും ഈച്ചപ്പനയും ഈന്തപ്പനയും ഉൽപ്പാദിപ്പിച്ചു. ഇടതോർന്ന് നിൽക്കുന്ന തോട്ടങ്ങളും പഴവർഗവും പുല്ലും. ഇതൊക്കെ നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഉപയോഗത്തിനായിട്ടാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ജീവന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വെള്ളമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നത്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി തീരണം പ്രിയമുള്ളവരെ. നമ്മൾ വെള്ളമാകുന്ന അനുഗ്രഹത്തിനും നമ്മൾ നന്ദി കാണിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും
രാത്രി വിശപ്പ് കാരണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുകയും അവസാനം ഒരു അൻസാരിയുടെ വീട്ടിൽ അവർക്ക് സ്വീകരണം ലഭിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ആ അൻസാരി തന്റെ ഈന്തപ്പന തോട്ടത്തിൽ നിന്ന് നല്ല പഴുത്തു പാകമായ ഈന്തപ്പഴം പറിച്ചു കൊണ്ടുവരികയും വീട്ടിലുണ്ടായിരുന്ന ഒരു ആടിനെ അറുക്കുകയും നല്ല തണുത്ത വെള്ളം അവർക്ക് കുടിക്കാൻ കൊടുക്കുകയും ചെയ്ത സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബിമാരോട് പറയുന്നുണ്ട്, അൽ മാഉ ബാരിദ്, നല്ല തണുപ്പുള്ള വെള്ളം, വറുതുബൻ തയ്യിബ്, നല്ല വിശിഷ്ടമായ ഈത്തപ്പഴങ്ങൾ, വല്ലാഹി വഅൻതും മസ്ഊലൂന ഫിൽ യൗമിൽ ഖിയാമ, അല്ലാഹു തന്നെയാണ് സത്യം, നിങ്ങൾ ഖിയാമത്ത് നാളിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അപ്പോൾ വെള്ളം എന്നുള്ളത് വളരെ വലിയൊരു അനുഗ്രഹമാണ് പ്രിയമുള്ളവരെ. സ്വർഗക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച വ്യത്യസ്ത അനുഗ്രഹങ്ങൾ പറയുന്നിടത്ത് അല്ലാഹു പറഞ്ഞത് ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പ് അവർക്കുണ്ട് എന്നുള്ളതാണ്. ആ സ്വർഗത്തിലെ പാനീയം അവർ പൊട്ടിച്ചൊഴുകിക്കൊണ്ടിരിക്കും, അവർ അത് കുടിക്കും എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല നരകക്കാരായ ആളുകൾ സ്വർഗക്കാരോട് കെഞ്ചിക്കൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബുൽ ജന്ന, നരകാവകാശികൾ സ്വർഗ്ഗാവകാശികളെ വിളിച്ചുകൊണ്ട് പറയും, അന്നഫീദു അലൈനാ മിനൽ മായി ഔ മിമ്മാ റസഖകുമുല്ലാഹ്, ഞങ്ങൾക്ക് അല്പം വെള്ളമോ അല്ലെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ഉപജീവനത്തിൽ നിന്ന് അല്പമോ നിങ്ങൾ ചൊരിഞ്ഞു തരണേ. ഖാലു, അന്നേരം സ്വർഗ്ഗാവകാശികൾ പറയും, ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ, സത്യനിഷേധികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് രണ്ടും തീർത്തും വിലക്കിയിരിക്കുകയാണ്. അപ്പോൾ വെള്ളം എന്നുള്ളത് വളരെ വലിയ ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം നമ്മൾ തിരിച്ചറിയണം. മഴ അല്ലാഹുവിന്റെ അപാരമായ നിഅമത്താണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, മഴ ലഭിക്കാൻ നമ്മൾ അനിവാര്യമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മഴയില്ല എന്ന് പരാതി പറഞ്ഞതുകൊണ്ട് മാത്രം മഴ ലഭിക്കുകയില്ല. അല്ലാഹുവിന്റെ മഴ എന്ന അനുഗ്രഹം നമുക്ക് പ്രത്യേകമായി ലഭിക്കണമെങ്കിൽ ചില വിഷയങ്ങൾ അനിവാര്യമായി കൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ വിഷയം ഈമാൻ ശരിയാക്കുക എന്നുള്ളതാണ്. വിശ്വാസം കൃത്യമായിരിക്കണം. പൊതുവെ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവർക്കും അവരിൽ വിശ്വസിക്കാത്തവർക്കും നിഷേധികളായ ആളുകൾക്കും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹങ്ങൾ നൽകും. എന്നാൽ നമുക്ക് മഴ എന്ന അനുഗ്രഹം തടയപ്പെടാനുള്ള കാരണം ഈമാനിൽ വരുന്ന വീഴ്ചകളായിരിക്കണം. വിശ്വാസം കൃത്യമാകാതിരുന്നാൽ മഴ തടയപ്പെടും, അനുഗ്രഹങ്ങൾ തടയപ്പെടും പ്രിയമുള്ളവരെ. അതുപോലെ തന്നെ നമ്മൾ തഖ്വയുണ്ടായിരിക്കണം. തഖ്വ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും അവന്റെ അല്ലാഹുവിന്റെ അദാബിനെ ഭയപ്പെട്ടുകൊണ്ട് തിന്മയിൽ നിന്ന് സമ്പൂർണമായി വിട്ടുനിൽക്കുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ യഥാർത്ഥ തഖ്വയുള്ളവരായാൽ, ഈമാനുള്ളവരായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ നിലക്കുമുള്ള ബർക്കത്തുകൾ തരും. അല്ലാഹു പറയുകയാണ്, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്, ആ നാടുകളിലുള്ളവർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നാം അവർക്ക് അനുഗ്രഹങ്ങൾ തുറന്നു കൊടുക്കുമായിരുന്നു. വലാകിൻ കദ്ദബൂ, എന്നാൽ അവർ കളവാക്കി, അവർ അല്ലാഹുവിന്റെ വചനങ്ങളെ കളവാക്കി, വിശ്വസിക്കാൻ തയ്യാറായില്ല. ഫഅഖദിനാഹും ബിമാ കാനൂ യക്സിബൂൻ, അപ്പോൾ അവർ ചെയ്തു വെച്ചിരുന്നതിന്റെ ഫലമായി നാം അവരെ പിടികൂടിയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, തിന്മ ചെയ്യുമ്പോൾ മഴ ലഭിക്കാതിരിക്കാൻ കാരണമാകും, മറ്റു ഉപജീവന മാർഗങ്ങൾ തടയപ്പെടാൻ കാരണമാകും, അക്രമികളായ ഭരണാധികാരികളെ കൊണ്ട് പരീക്ഷിക്കപ്പെടാനൊക്കെ കാരണമായി തീരുമെന്ന് നമുക്ക്
മനസ്സിലാക്കാൻ കഴിയും. ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നുവെങ്കിൽ അവന് അള്ളാഹു ഒരു പോംവഴി ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അവൻ വിചാരിക്കാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉപജീവനം നൽകുന്നതാണ്. അപ്പൊ അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രിയമുള്ളവരെ മഴ ലഭിക്കുക എന്നുള്ളത്. സഹോദരങ്ങളെ, തിന്മകളിൽ നമ്മൾ വിട്ടു നിൽക്കണം. ഈ ലോകത്ത് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള ഒരു കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് മനുഷ്യന്മാരുടെ പാപങ്ങളാണ് എന്നാണ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. മനുഷ്യരുടെ കൈകൾ പ്രവർത്തിച്ച നിമിത്തം കരയിലും കടലിലും കുഴപ്പം വെളിപ്പെട്ടിരിക്കുന്നു. ചില ആളുകള് ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയാറുണ്ട്, പുഴയിൽ നിന്ന് മണ്ണ് വാരിയിട്ടും മരം മുറിച്ചതുകൊണ്ടും JCB കൊണ്ട് കുന്ന് ഇടിച്ച് തകർത്തത് കൊണ്ടാണ് ഈ ലോകത്ത് ഫസാദ് ഉണ്ടാകുന്നത് എന്നാണ്. അങ്ങനെയല്ല പ്രിയമുള്ളവരെ, ഇതിന്റെ വ്യാഖ്യാനം മനുഷ്യന്മാരുടെ പാപങ്ങൾ കാരണത്താലാണ് ഭൂമിയിലും കടലിലുമെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ പ്രിയമുള്ളവരെ, തിന്മകളിൽ നിന്ന് നമ്മൾ സമ്പൂർണ്ണമായി വിട്ടു നിൽക്കണം. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് വരൾച്ച ബാധിച്ചു. അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത്, ജനങ്ങളെ, പാപങ്ങളാണ് നിങ്ങൾക്ക് മഴ തടയപ്പെടാൻ കാരണമാകുന്നത് എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ തേടുക എന്നുള്ളതാണ്. ഒരു കവി പറഞ്ഞതുപോലെ, ലൗലാ ശുയൂഖുൻ ലിൽ ഇലാഹി റുക്കഉ وصبية من اليتامى رضعوا ومحملات في الفلاة رتعوا سب عليكم العذاب الأوجع. അല്ലാഹുവിനെ റുക്കൂ ചെയ്യുന്ന അഥവാ നമസ്കരിക്കുന്ന ചില വൃദ്ധന്മാരും അനാഥകൾപ്പെട്ട മുലകുടി പ്രായക്കാരായ ചില ശിശുക്കളും മരുഭൂമിയിൽ അവഗണിക്കപ്പെട്ട് മേഞ്ഞു നടക്കുന്ന കുറെ ജന്തുക്കളും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ ശിക്ഷ ചൊരിയപ്പെടുമായിരുന്നു എന്നാണ് പലർക്കുമുള്ള സംശയം. എന്തുകൊണ്ടാണ് ഈ ലോകത്ത് അക്രമികളൊക്കെ അതേ സമയം തന്നെ പിടികൂടപ്പെടാത്തത് എന്ന്? ഈ ലോകത്ത് എന്തുകൊണ്ടാണ് അക്രമികൾ അപ്പപ്പോൾ ശിക്ഷ, ആ അക്രമികൾക്ക് അപ്പപ്പോൾ ശിക്ഷ ഇറങ്ങാത്തത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, അതൊക്കെ അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഫഅാലുൽ ലിമാ യുരീദ്. അല്ലാഹു ഉദ്ദേശിക്കുന്നത് അവൻ ചെയ്യുന്നവനാണ്. അല്ലാഹു ഉദ്ദേശിക്കുന്നത് അതവൻ ചെയ്യും, ചെയ്യുന്നവനാണത്. അപ്പോൾ അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ അതവൻ പ്രവർത്തിക്കും. അക്രമികൾക്ക് ഇവിടെ ആയുസ് നീട്ടിക്കൊടുക്കുന്നുണ്ടെങ്കിൽ അതുപോലും പരലോകത്ത് അവർക്ക് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടിയിട്ടാണ്. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങളെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല അശ്രദ്ധനല്ല. അപ്പോൾ മനുഷ്യന്മാരുടെ തിന്മകൾ കാരണത്തിൽ യഥാർത്ഥത്തിൽ അല്ലാഹു ഇവിടെ പിടികൂടുമായിരുന്നെങ്കിൽ എല്ലാവർക്കും ഒരു നിലക്കുമുള്ള രക്ഷയില്ലാത്ത രൂപത്തിൽ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുമായിരുന്നു. അല്ലാഹു നമുക്ക് അവസരം നൽകുന്നു പ്രിയമുള്ളവരെ, അനുഗ്രഹങ്ങൾ ചൊരിയുന്നു. എന്നിട്ടും അല്ലാഹുവിനെ മറന്ന് ജീവിക്കുന്ന ആളുകൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ പോലും ഇത് റബ്ബിന്റെ അനുഗ്രഹമാണ് എന്ന് പോലും തിരിച്ചറിയാതെ, ആ ഒരു ബോധമില്ലാതെ അല്ലാഹുവിന്റെ നിഅമത്തുകളെ മറന്നുകൊണ്ട് ജീവിക്കുന്നവർ, അവർക്ക് അനുഗ്രഹങ്ങൾ തടയപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ലൈൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ നാം നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുന്നതാണ്. വലൈൻ കഫർതും. ഇനി നിങ്ങൾ നന്ദി കേട് കാണിക്കുകയാണെങ്കിൽ ഇന്ന അദാബി ലശദീദ്. തീർച്ചയായും എന്റെ ശിക്ഷ അത് കഠിനമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, നായക്ക് വെള്ളം കൊടുത്തൊരു മനുഷ്യനെ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. പല യുക്തിവാദികളും അവതരിപ്പിക്കുന്ന അവതരണങ്ങൾ കേട്ടാൽ തോന്നുക നായ എന്ന ജീവിയോട് മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായ വെറുപ്പുണ്ട് എന്ന രൂപത്തിലാണ്. നായയുമായി ബന്ധപ്പെട്ട് പല നിയമങ്ങളുണ്ട് ഇസ്ലാമിൽ എന്നതല്ലാതെ നായ എന്ന ജീവിയോട് കാരുണ്യം കാണിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നായക്ക് വെള്ളം കൊടുത്ത വ്യക്തിക്ക് വളരെ വലിയ സ്ഥാനമുണ്ടെങ്കിൽ വെള്ളമാകുന്ന അനുഗ്രഹം നമ്മൾ പങ്കുവെക്കാൻ തയ്യാറാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് പ്രിയമുള്ളവരെ. ഇർഹമു മൻ ഫിൽ അർളി യർഹം
നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുന്നതാണ്. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക. ജന്തുജാലങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. അവർക്കും ഈ ചൂടിന്റെ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും. അവർക്കും നമ്മൾ വെള്ളം നൽകണം. ഒരു ബക്കറ്റിലോ ഒരു പാത്രത്തിലോ പക്ഷി മൃഗാദികൾക്ക് കുടിക്കുവാനുള്ള വെള്ളം നമ്മൾ കരുതി വെക്കണം. ഇതൊക്കെ അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കാൻ കാരണമാകും. മാത്രമല്ല പ്രിയമുള്ളവരെ, അല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാന അൽ അബ്ദു ഫീ ഔനി അഖി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തന്റെ സഹോദരനെ സഹായിക്കുമ്പോൾ അള്ളാഹുവിന്റെ സഹായം കിട്ടുമെന്നാണ്. നമ്മുടെ കിണറ്റിൽ നിന്ന് അയൽവാസി വെള്ളം എടുക്കുമ്പോൾ തടയരുത്. നമ്മുടെ വെള്ളം തീർന്നു പോകുമെന്ന് ഭയപ്പെടരുത്. മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുമ്പോൾ അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമെന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ തൗബയും ഇസ്തിഗ്ഫാറും വളരെ പ്രധാനമാണ്. മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം ജനങ്ങളോട് പറഞ്ഞു, എന്റെ ജനതേ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് ഇസ്തിഗ്ഫാർ തേടുക. പിന്നീട് നിങ്ങൾ അവനിലേക്ക് ഖേദിച്ചു മടങ്ങുക. ഇങ്ങനെ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടിയാൽ, റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ, യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ, എങ്കിൽ അവൻ നിങ്ങൾക്ക് സമൃദ്ധമായി മഴ വർഷിപ്പിച്ചു തരുന്നതാണ്. വയസിദുകും ഖുവ്വതൻ ഇലാ ഖുവ്വതികും, നിങ്ങളുടെ ശക്തിയിലേക്ക് അവൻ കൂടുതൽ ശക്തി ചേർത്ത് തരുകയും ചെയ്യുന്നതാണ്. വലാ തതവല്ലൂ മുജ്രിമീൻ, കുറ്റവാളികളായിക്കൊണ്ട് നിങ്ങൾ പിന്തിരിഞ്ഞു പോകരുത് എന്ന് മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം തന്റെ സമൂഹത്തോട് പറയുകയാണ്. ഇതുപോലെ തന്നെ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞു, ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുക. ഇന്നഹു കാന ഗഫാറാ, തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനാണ്. ഇങ്ങനെ നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടിയാൽ, യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ, അവൻ നിങ്ങൾക്ക് ആകാശത്തിൽ നിന്ന് മഴ സമൃദ്ധമായി അയച്ചു തരും. വയുംദിദുകും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ, സമ്പത്തും സന്താനങ്ങളും അതുപോലെ തന്നെ തോട്ടങ്ങളും അരുവികളും നിങ്ങൾക്ക് നൽകുന്നതാണ്. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, നിങ്ങൾക്ക് എന്തു പറ്റി? അല്ലാഹുവിന്റെ ഗാംഭീര്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. സഹോദരങ്ങളെ, ഇസ്തിഗ്ഫാർ തേടിയാലുള്ള നേട്ടം 4 എണ്ണമാണ്. ഒന്ന്, സമ്പത്ത്. ആർക്കാണ് സമ്പത്ത് വേണ്ടാത്തത്? 2, സന്താനങ്ങൾ. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. 3, നല്ല തോട്ടങ്ങൾ അല്ലാഹു നമുക്ക് വേണ്ടി ഒരുക്കി തരും. 4, സമൃദ്ധമായ മഴ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. അപ്പോൾ ഇസ്തിഗ്ഫാർ തേടാൻ, തൗബ ചെയ്യാൻ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമുക്ക് സാധിക്കണം. മാത്രമല്ല, സക്കാത്ത് കൃത്യമായിട്ട് നൽകാതിരുന്നാൽ മഴ തടയപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. വലം യംനഉ സകാത്തൻ അംവാലിഹിം ഇല്ലാ മുനിഉൽ ഖത്റ മിനസ് സമാ, ജനങ്ങൾ അവരുടെ സമ്പത്തിന്റെ സക്കാത്ത് തടഞ്ഞു വെച്ചാൽ അവർക്ക് ആകാശത്തിൽ നിന്നുള്ള മഴവെള്ളം, മഴത്തുള്ളികൾ തടഞ്ഞു വെക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, വലൗലൽ ബഹായിമു ലം യുംതറൂ, ഇവിടെ കന്നുകാലികൾ ഇല്ലായിരുന്നുവെങ്കിൽ അക്രമികളായ ഈ മനുഷ്യർക്ക് അല്ലാഹു വെള്ളം തീരെ നൽകുമായിരുന്നില്ല എന്ന രൂപത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നു. അതുകൊണ്ട് ഈ വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം സമൃദ്ധമായ മഴ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് നൽകുകയാണ്. സൂറത്ത് മുൽക്കിൻ്റെ 30-ാമത്തെ ആയത്തിൽ അള്ളാഹു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്.
ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ, പറയുക, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങളുടെ വെള്ളം വറ്റിപ്പോയാൽ ആരാണ് നിങ്ങൾക്ക് ഒഴുകുന്ന ഓരോ കൊണ്ടുവന്ന് തരിക? ഇതേ ചോദ്യം മറ്റൊരു സ്ഥലത്ത് കാണാം, സുഹൃത്ത് വാക്കിൽ കാണാം, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? വെള്ളം കുടിച്ചാൽ മാത്രം പോരാ, ആ വെള്ളം നൽകിയ റബ്ബിനെ പറ്റി ചിന്തിക്കണം. ആ വെള്ളം എവിടെ നിന്നാണ് തനിക്ക് ലഭിക്കുന്നത് ചിന്തിക്കണം. നിങ്ങളാണോ അത് മേഘക്കീറുകളിൽ നിന്ന് ഇറക്കിയത്? അത് നാമാണോ ഇറക്കിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ, നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് നാം ദുസ്വാദുള്ള ഉപ്പുവെള്ളമാക്കുമായിരുന്നു. ഫലൗലാ തഷ്കുറൂൻ, എന്നിരിക്കെ നിങ്ങൾ നന്ദി കാണിക്കാത്തത് എന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അപ്പോൾ റബ്ബിനോട് നന്ദിയുള്ളവരായി നമ്മൾ മാറണം. മഴയ്ക്ക് വേണ്ടി നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കെ ഒരാൾ വന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹലകത്തിൽ മവാശി, അല്ലാഹുവിന്റെ റസൂലേ, കന്നുകാലികളൊക്കെ ചത്തുകൊണ്ടിരിക്കുന്നുണ്ട്. വതഖത്തഅതി സുബുൽ, വഴികളെല്ലാം അടഞ്ഞിട്ടുണ്ട്. ഫദ്ഉല്ലാഹ് യുഗീസുനാ, താങ്കൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക, ഞങ്ങൾക്ക് മഴ ലഭിക്കുവാൻ വേണ്ടി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യദൈഹി ഫഖാല, ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ മിമ്പറിൽ വെച്ച് തന്നെ തന്റെ ഇരു കരങ്ങളും ഉയർത്തിയിട്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ സ്ഖിനാ, അല്ലാഹുമ്മ സ്ഖിനാ, അല്ലാഹുമ്മ സ്ഖിനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ നൽകണമേ, ഞങ്ങൾക്ക് മഴ നൽകണമേ എന്ന ആശയമുള്ള പ്രാർത്ഥന അവിടുന്ന് നിർവഹിക്കുകയാണ്. മഹാനായ അനസ് റളിയല്ലാഹു പറയുകയാണ്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പ്രാർത്ഥിക്കുമ്പോൾ നല്ല തെളിഞ്ഞമുള്ള ആകാശമായിരുന്നു, ഒരു മഴമേഘവും ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ നമസ്കാരം നിർവഹിച്ച് കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോഴേക്ക് ശക്തമായ മഴ പെയ്യുകയായിരുന്നു. ആ മഴ അടുത്ത ആഴ്ച വരെ തുടരുകയും ചെയ്തു എന്നാണ്. പിന്നീട് അടുത്ത ആഴ്ചയിലെ ഖുത്ബയിൽ ഇതേ മനുഷ്യനോ അല്ലെങ്കിൽ വേറൊരു മനുഷ്യനോ എന്നൊക്കെ റിവായത്തിൽ കാണാം, അയാൾ വന്ന് പറയുന്നു, റസൂലേ, ഹലകത്തിൽ അംബാലു വൻഖതഅതി സുബുലു ഫദ്ഉല്ലാഹി യുംസിക്ഹാ, റസൂലേ, സമ്പത്തുകളൊക്കെ നശിക്കുന്നു, വഴികളൊക്കെ അടഞ്ഞിരിക്കുന്നു മഴയുടെ ആധിക്യത്താൽ. അതുകൊണ്ട് ഈ മഴയൊന്ന് പിടിച്ചു വെക്കാൻ, നിർത്തലാക്കാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ മിമ്പറിൽ വെച്ച് തന്നെ രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് ചുറ്റും മഴ ലഭിക്കാത്തവർക്ക് അല്ലാഹ് മഴ നൽകണമേ, ഈ മഴയെ ഞങ്ങൾക്ക് എതിരാക്കരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് നമസ്കാരം കഴിഞ്ഞ് അവർ പുറത്തേക്ക് പോയത് മഴയില്ലാതെ വെയിലത്താണ് എന്നാണ്. അപ്പോൾ പ്രാർത്ഥന വളരെ പ്രധാനമാണ് പ്രിയമുള്ളവരെ. അള്ളാഹുവിനോടാണ് നമ്മൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. അള്ളാഹു അല്ലാത്ത ആരോടും നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. മഴയ്ക്ക് വേണ്ടിയാകട്ടെ മറ്റു വിഷയങ്ങൾക്ക് വേണ്ടിയാകട്ടെ അള്ളാഹുവിനോട് മാത്രം പ്രിയമുള്ളവരെ നമ്മൾ പ്രാർത്ഥിക്കുക. അതുപോലെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, ഇത് ഇലക്ഷൻ ആണല്ലോ എന്ന്, വളരെ സുപ്രധാനമായ ഒരു ഇലക്ഷനാണ് ഇത്. ഒരിക്കലും നമ്മൾ നമ്മുടെ വോട്ടുകൾ പാഴാക്കരുത്. വർഗീയ ശക്തികൾക്കെതിരെ നമ്മുടെ വോട്ട് നമ്മൾ കൃത്യമായി കൊണ്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ്. റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുക. റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, എൻ്റെ റബ്ബേ ഈ നാടിനെ നിർഭയത്വമുള്ള നാടാക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആലി ഇംറാനിന്റെ 26-ാമത്തെ ആയത്തിൽ കാണാം, ഖുലില്ലാഹുമ്മ മാലികൽ മുൽകി തുഅത്തിൽ മുൽക മൻ തശാ, അല്ലാഹുവേ ആധിപത്യത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവേ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകുന്നു. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്ന
നിന്ന് നീ ആധിപത്യം എടുത്തു നീക്കുകയും ചെയ്യുന്നു. നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപം നൽകുന്നു. നീ ഉദ്ദേശിക്കുന്നവർക്ക് നിന്ദ വരുത്തുകയും ചെയ്യുന്നു. നിന്റെ കൈവശമത്രേ നന്മയുള്ളത്. നീ എല്ലാ കാര്യത്തിലും കഴിവുള്ളവനാകുന്നു. ഇങ്ങനെ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്യന്തികമായ പ്രതീക്ഷ എന്ന് പറയുന്നത് അള്ളാഹുവിൽ മാത്രമാണ്. അള്ളാഹുവിന്റെ തീരുമാനം മാത്രമേ നടക്കൂ. ഏതവസ്ഥയും മാറ്റിമറിക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ലോകത്തെ വിറപ്പിച്ച ഫിർഔനെ പോലെയുള്ള അക്രമികളായ ഭരണാധികാരികൾ അവർ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയരായിട്ടുണ്ട്. എല്ലാ പ്രയാസങ്ങൾക്ക് ശേഷം എളുപ്പം കൊണ്ടുവരാൻ ശേഷം പകൽ വരുന്നത് പോലെ ഈ നാട്ടിലെ ഈ മോശമായ ഭരണം അവസാനിച്ച് നല്ല സമാധാന അന്തരീക്ഷം ലഭിക്കാൻ വേണ്ടി നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുക. അത് വളരെ പ്രധാനമാണ്. ഭൗതികമായി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് എല്ലാ രൂപത്തിലുള്ള സമൃദ്ധമായ മഴ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അക്രമകാരികളായ ഭരണാധികാരികളുടെ ഫിത്നയിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ സമൂഹത്തെയും ഈ നാടിനെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. اللهم اغفر لنا وارحمنا يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. لا إله إلا الله أشهد أن محمدا رسول الله. يا للفلاح يا للفلاح قد قامت الصلاة قد قامت الصلاة. الله أكبر الله أكبر لا إله إلا الله. صووا صفوفكم فإن تسوية الصفوف من تمام الصلاة. صف ശരിയാക്കുക. صف ശരിയാക്കുക. നമസ്കാരത്തിന്റെ പൂർണ്ണത. Allah